മഹാനായ ഖാദി നമ്മോട് ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയെ പൂർണ്ണമായി അനുസരിക്കുകയും അതിൽ എന്ത് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദിയുടെ തീരുമാനത്തെ 100% അംഗീകരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിത്തീർന്നാൽ മഹാനായ ഖാദി അവർക്കുണ്ടാകുന്ന വലിയ ഭാരിച്ച ഈ ഉത്തരവാദിത്വം വളരെ സുതാര്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, വേദിയിലെ ഇടത്തും വലത്തുമായിട്ട് ഒട്ടേറെ സാദാത്യങ്ങൾ, കുമ്പൂൽ സാദാത്യങ്ങൾ അടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങളുണ്ട്. ആ മഹാന്മാരെയൊക്കെ ഇവിടെ മുൻനിർത്തിക്കൊണ്ടും ഇവിടെ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ മുശാവറാംഗങ്ങൾ, മറ്റു മഹാപണ്ഡിതന്മാർ എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ഈ മഹനീയ സദസ്സിൽ സമ്മേളിച്ച ഉലമാക്കൾ, മുതഅല്ലിമുകൾ, ഉമറാക്കൾ, സ്നേഹ ബഹുമാന ജനങ്ങളായ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹിച്ച ഒരു പുണ്യ ചടങ്ങിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം ദീനിന്റെ വളർച്ചയിലും ഉയർച്ചയിലും വലിയ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ മഹല്ലുകൾ. ആ മഹല്ലുകളിലൂടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ച സുതാര്യമായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ആരംഭിക്കുന്ന അവസരത്തിൽ മക്കയിൽ വെച്ച് പ്രഖ്യാപിച്ചത്, ഞാൻ മദീനയിലെത്തിയാൽ എന്റെ വാഹനം എവിടെയാണോ യാത്ര അവസാനിപ്പിക്കുന്നത് അവിടെ ഞാൻ ഒരു പള്ളി എടുക്കുമെന്നാണ്. അങ്ങനെ തന്നെ മദീനയിലെത്തി അവിടുത്തെ വാഹനം യാത്ര അവസാനിപ്പിച്ച സ്ഥലത്ത് തന്നെ പള്ളി നിർമ്മിക്കുകയും അങ്ങനെ മദീനയിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ വന്നു. ഒരു മഹല്ല് സംവിധാനമായി. ആ മഹല്ല് സംവിധാനത്തിലൂടെയാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രചരണം ഉയർത്തുകയും വളർത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വിവിധ പ്രവിശ്യകളിൽ മഹല്ലുകളും മുസ്ലിങ്ങളും അധികരിച്ചപ്പോൾ അവിടങ്ങളിലൊക്കെ ഖാദിമാരെ നിശ്ചയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് തന്നെ സ്വഹാബത്തിൽ നിന്ന് ചിലരെ ഇവിടങ്ങളിലേക്ക് ഖാദിയായി നിശ്ചയിക്കുകയും അവിടങ്ങളിലൊക്കെ ഖാദിയെ തീരുമാനിക്കുകയും ആ ഖാദി സംവിധാനത്തിലൂടെയാണ് മഹല്ല് സംവിധാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധകരായ സ്വഹാബത്ത് വന്നപ്പോൾ കേരളത്തിലേക്കും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വന്നിറങ്ങുകയും അവരിവിടെ ചെയ്തിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയോടനുബന്ധിച്ചുള്ള മഹല്ല് സംവിധാനിക്കുകയും അവിടങ്ങളിലൊക്കെ ഖാദിയെ നിശ്ചയിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു മഹല്ല് സംവിധാനവും ആ മഹല്ലിലൂടെ ഒരു ഖാദിയെ നിശ്ചയിക്കുക എന്ന സംവിധാനങ്ങൾ വിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് പ്രകാരം ഇവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ്.
അതുകൊണ്ട് തന്നെയാണ് ഒരു ഖാദി സംവിധാനം ഇവിടെ മുസ്ലിം സമുദായം തുറന്നു പോരുകയും ആ ഖാദിയുടേതായ വിധികളും വിലക്കുകളും മുസ്ലിം സമുദായം അംഗീകരിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഖാദി എങ്ങനെയായിരിക്കണം, ഖാദിയുടെ സ്വഭാവം എന്തായിരിക്കണം, ഖാദിയുടെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ മതഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പ്രത്യേക അധ്യായങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഖാദി തന്റെ അടുക്കൽ വരുന്ന കക്ഷികളെ എങ്ങനെയാണ് ഇരുത്തേണ്ടുന്നത്, അവരുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കേണ്ടുന്നത്, ഏതെല്ലാം സമയത്താണ് അദ്ദേഹം വിധി പറയേണ്ടുന്നത് എന്നിത്യാദി ഒരുപാട് നിബന്ധനകളും ഒരുപാട് മാർഗങ്ങളും വിശുദ്ധമാക്കപ്പെട്ട മതഗ്രന്ഥങ്ങളിൽ സവിസ്തരം പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖാദി എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമുക്കിവിടെ പ്രത്യേക നിബന്ധനകളോ ഭരണഘടനയോ ആവശ്യമില്ല. അതിന് വിശുദ്ധമാക്കപ്പെട്ട ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ തന്നെ ധാരാളം പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഖാദി എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു തീർക്കാമെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം വളരെ വലുതായ ഉത്തരവാദിത്തമാണ്. അതിന് അർഹരെ തന്നെ നമുക്ക് ഏൽപ്പിക്കുക തന്നെ വേണം. അർഹല്ലാത്തവരെ നമുക്ക് ഏൽപ്പിച്ചുകൂടാ. അതിന് അർഹതപ്പെട്ടവർ ആരാണെന്നും വിശുദ്ധ മതഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അർഹതപ്പെട്ട ഒരാളെ ഖാദിയായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റെടുക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മതഗ്രന്ഥങ്ങൾ പറയുന്നത് ഒരാളെ ഖാദിയാക്കപ്പെട്ടാൽ അയാൾ കത്തിയില്ലാതെ അറുക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത്രമേൽ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗമാണ് ഖാദി എന്ന ഈ ഉദ്യോഗം. ഖളാഇന്റെ ഉദ്യോഗം അത്രമേൽ ശക്തമാണ് എങ്കിലും നമ്മുടെ ഒരു ഉത്തരവാദിത്തം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സുതാര്യമായി കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ആ ഖാദിയുടെ വിധി വരുമ്പോൾ ആ വിധിയെ ഏതു പ്രകാരത്തിലാണ് നാം സ്വീകരിക്കേണ്ടുന്നത് എന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണ് ഖാദിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഖാദി തീരുമാനിക്കുന്നത്, ആ ഖാദി വിധി പറയുന്നത് അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ച് മാത്രമായിരിക്കും. അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ച് ഒരു ഖാദി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹുക്കുമിനെ നാം സ്വീകരിക്കുക, ആ ഹുക്കുമിനെ നാം കേൾക്കുക, ആ ഹുക്കുമിനെ നാം പൂർണ്ണമായി അനുസരിക്കുക. ഇതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ഒരു സത്യവിശ്വാസിയോട് അല്ലാഹുവിന്റെ നിയമമാണ് ഇത് എന്ന് ഖാദിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സത്യവിശ്വാസി അതിനെ പ്രതികരിക്കേണ്ടുന്നത് സമിഅനാ, ഞങ്ങളത് കേൾക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്നു എന്ന മറുപടി മാത്രമേ സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖാദി ഭാരിച്ച ഉത്തരവാദിത്വ നിർവഹണം പൂർണ്ണമായി നടപ്പിലാക്കാൻ വേണ്ടി അതിന്റെ അംഗങ്ങൾ അഥവാ ഒരു മഹല്ലത്തിന്റെ അംഗങ്ങൾ പൂർണ്ണമായി അത് അനുസരിച്ചുകൊണ്ട്, അത് പൂർണ്ണമായി കേട്ടുകൊണ്ട്, അത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ നാം സന്നദ്ധമായാൽ ഈ വലിയ ഉത്തരവാദിത്വം സുതാര്യമായി നടപ്പിലാക്കാൻ ഖാദിമാർക്ക് സാധിക്കും എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മഹാനായ സയ്യിദുൽ ഉലമയാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഖാദിയായിട്ട് ഇവിടെ അവരോധിക്കപ്പെടാൻ പോകുന്നത്. ഈ മുബാറക്കായ സദസ്സിൽ വെച്ച് മഹാനായ സയ്യിദുൽ ഉലമയെ നാം ഖാദിയാക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ സയ്യിദുൽ ഉലമ നമ്മുടെ നേതാവാണ്. നമ്മുടെ നേതാവാകുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ നേതൃ പദവിയിലേക്ക് കൊണ്ടുവന്നതാണ്.
എന്താ അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണമെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയിരിക്കുന്ന സമ്മാനത്തിന്റെ ഭാഗമായിട്ടാണ് മഹാനായ സയ്യിദുൽ ഉലമയെയും നമുക്ക് സയ്യിദായി കിട്ടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വഇദ്ബ്തല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയ്യതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആനിലൂടെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണമായി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ആ വിജയിച്ചതിന്റെ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, എന്റെ സന്താന സന്തതികളിലും ഇതുപോലെയുള്ള ഇമാമുകളെ നീ ഉണ്ടാക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയും അതിന്റെ ശേഷം ഈ ലോകത്ത് വന്നിരിക്കുന്ന മഹത്തുക്കളായ ഇമാമുകളെല്ലാം നേതാക്കളെല്ലാം അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളാണ്. ആ സന്തതികളിൽ ലോകത്തിന്റെ പ്രവാചകനായി ലോകത്തിന്റെ ഇമാമായി വാഴ്ത്തപ്പെട്ട മഹാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന സന്തതികളാണ് നമുക്ക് ഈ ലോകത്ത് ഇമാമുകളായിട്ട് വന്നിട്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വന്നു 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 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഒരുപാട് സാദാത്യങ്ങളെ തന്നു. ആ സാദാത്യങ്ങളിൽ സയ്യിദുൽ ഉലമയായ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതാവാക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുആയുടെ സ്വീകാര്യതയോട് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ സയ്യിദുൽ ഉലമയെ ഖാദിയാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ സയ്യിദാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ നേതൃത്വത്തെയാണ് ഞങ്ങൾ എപ്പോഴും മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി സ്വീകരിക്കുക എന്നല്ലാതെ അതിനൊരു എതിർവാക്ക് പറയുക എന്നത് ഞങ്ങൾക്ക് ആർക്കും തന്നെ പരിചയമില്ല. ഞങ്ങൾ ആരും തന്നെ പറയുകയുമില്ല. അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് ഇനി മരണം വരെ ഞങ്ങളെ പോലെയുള്ളവരെല്ലാം മഹാനായ സയ്യിദുൽ ഉലമ എന്ത് പറയുന്നു അവിടത്തേതായ വാക്കുകൾ കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. മഹാനായ സയ്യിദുൽ ഉലമ തന്നെയാണ് നമ്മുടെ നേതാവ്. അതിൽ യാതൊരു സംശയവും നമുക്കില്ല എന്ന് നാം ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സാദാത്യങ്ങൾ, ആ സാദാത്യങ്ങളെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. ഇവിടെ മഹാന്മാരായ പല സാദാത്യങ്ങളും ഇടതും വലതും ഇരിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ വഴികാട്ടികളാണ്. അവരെല്ലാം നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മഹാനായ കുമ്പോൾ തങ്ങൾ അവറുകൾ, ആ കുമ്പോൾ തങ്ങൾ അവറുകളുടെ സാന്നിധ്യം എത്രമാത്രം അനുഗ്രഹീതമായിരുന്നു എന്ന് 100ാം വാർഷികത്തിലൂടെ നമുക്ക് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. മഹാനായ കുമ്പോൾ സാദാത്യങ്ങൾ 100ാം വാർഷികത്തിന്റെ എല്ലാ വേദികളിലും അവരുടേതായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവര് ഫോട്ടോക്ക് പോസ് ചെയ്യാനോ ഫോട്ടോയിൽ വരാനോ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിരുന്നാലും അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവരുടെ വാക്കുകൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൽ അവരുടെ അനുഗ്രഹം നമുക്ക് ഏറെ അനുഭവപ്പെട്ടതാണ്. അങ്ങനെയുള്ള മഹത്തുക്കളായ സാദാത്യങ്ങളുടെ ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ ധാരയിലൂടെ തന്നെ, ഈ സരണിയിലൂടെ തന്നെ നാം പോകണം. അഥവാ അവരെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅ,
എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട ആശയം, ആ ആശയമാണ് അവർ മുറുകെ പിടിച്ചിട്ടുള്ളത്. ആ ആശയത്തിലൂടെയാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം തന്നെ ഈ ആശയത്തിലൂടെയാണ് പോയിട്ടുള്ളത്. മഹാന്മാരായ സാദാത്യങ്ങൾ കഴിഞ്ഞുപോയ മഹത്തുക്കളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും സുന്നികളാണോ? എല്ലാവരും സുന്നികളാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം സുന്നികളാണ്. ലോകത്ത് അറിയപ്പെട്ട ഉലമാക്കൾ, ലോകത്ത് അറിയപ്പെട്ട സാദാത്യങ്ങൾ, ലോകത്ത് അറിയപ്പെട്ട സാദാത്യങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം അവരെല്ലാവരും സുന്നികളാണ്. അവരെല്ലാവരും ഒരാളും തന്നെ ഒരു ബിദ്അത്തിന്റെ അഹ്ലികാരായിട്ടില്ല. അവരെല്ലാവരും സുന്നികളാണ്. എന്തുകൊണ്ടാണ് അവരെല്ലാം സുന്നിയായത്? അതാണ് യഥാർത്ഥമായ സത്യസരണി എന്നത് നമുക്കറിയാം. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഈ വിശുദ്ധമായ അഖീദയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ നാം അടിയുറച്ചു നിൽക്കുകയും ആ സയ്യിദുൽ ഉലമ ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അനുസരിക്കാൻ ഖാലി എന്നതോടുകൂടി പ്രത്യേകം നാം ബാധ്യസ്ഥരാണെന്ന് എന്റെ പ്രിയപ്പെട്ട മഹല്ലി നിവാസികളോട് ഞാൻ പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ഖാദി നമ്മുടെ എന്തെങ്കിലും ശർഈയായ വിഷയങ്ങളുണ്ടെങ്കിൽ ആ ശർഈയായ വിഷയത്തിന്റെ വിധി നാം തേടേണ്ടുന്നത് നമ്മുടെ ഖാദിയോടായിരിക്കണം. നമ്മുടെ ഖാദി ഉള്ളതോടുകൂടി എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മസല തേടിയിട്ട് എന്തെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള തരികട വെച്ചുകൊണ്ടോ നാം ജീവിച്ചു പോകരുത്. നമ്മുടെ മഹല്ലിൽ ശർഈയായ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനെ നാം ഹാക്കിമാക്കേണ്ടുന്നത് മഹാനായ ഖാദിയെ തന്നെ ആയിരിക്കണം. ആ ഖാദിയെ ഹാക്കിമാക്കാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലേക്ക് നാം പോയാൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഈ വിധി നടപ്പിലാക്കേണ്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവാക്കാതെ അതിൽ നിന്നും മാറി നിന്ന ഒരു മുനാഫിഖിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ഈ ആയത്തിന്റെ ഉൾസാരം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വിധി പറയാൻ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നേതാവാണ്. ആ നേതാവിനെയാണ് നാം ഹാക്കിമാക്കേണ്ടുന്നത്. ആ നേതാവിനോടാണ് നമ്മുടെ വിഷയത്തിന്റെ ആ മസ്അലയോ ആ വിഷയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചോദിച്ചറിയേണ്ടുന്നത്. അങ്ങനെ ചോദിച്ച് അറിഞ്ഞാൽ ആ ഹാക്കിം എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി അനുസരിക്കുകയാണ് നമ്മുടെ കടമ. അത് അനുസരിക്കുക മാത്രമല്ല, ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു അങ്കലാൽപ്പോ അല്ലെങ്കിൽ ഒരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് വയുസല്ലിമു തസ്ലീമാ. അത് പൂർണ്ണമായി സമ്മതിക്കുകയും പൂർണ്ണമായി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാലേ അവൻ മുഅ്മിനാവുകയുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് നൽകുന്ന താക്കീത്. അതുകൊണ്ട് തന്നെ മഹാനായ ഖാദി നമ്മോട് ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയെ പൂർണ്ണമായി അനുസരിക്കുകയും അതിൽ എന്ത് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദിയുടെ തീരുമാനത്തെ 100% അംഗീകരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിത്തീർന്നാൽ മഹാനായ ഖാദി അവർക്കുണ്ടാകുന്ന വലിയ ഭാരിച്ച ഈ ഉത്തരവാദിത്വം വളരെ സുതാര്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നതാണ്
ഞാൻ പറഞ്ഞു വരുന്നതിന്റെ വിഷയം. അതുകൊണ്ട് ഒരു വിഷയത്തിലും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ അഥവാ നമ്മുടെ ഖാദിനെ മനസ്സ് വേദനിപ്പിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ ആയ രൂപത്തിലുള്ള ഒരു സമീപനവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. മഹാനായ തങ്ങളവറുകൾ എന്തെങ്കിലും ദുന്യവിയായ നേട്ടത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു വിഷയമല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടായാൽ ആ ആൾക്ക് തന്നെ അത് ഏറ്റെടുക്കൽ അനിവാര്യമായി തീരുമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഏറ്റെടുക്കേണ്ടത് അർഹതപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വത്തിൽ തന്നെയാണ് നമ്മുടെ ഈ വലിയ ഭാരിച്ച ഉത്തരവാദിത്തം നൽകുന്നത്. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും PRO വർക്ക് നടത്തിക്കൊണ്ടോ ഒന്നും ഏറ്റെടുക്കുന്നതല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ മാണിക്യ കൊട്ടാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹൽ വ്യക്തിയെ ആവണം എന്ന നമ്മുടെ ആഗ്രഹത്തിനെ അല്ലാഹു ഇവിടെ പൂവണിയിച്ചു തരികയാണ്. ആ രൂപത്തിൽ മഹാനായ തങ്ങളവറുകൾ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഒരു വിധത്തിലും തന്നെ മാനസികമായി ഒരു വിഷമം ഉണ്ടാക്കാതെ മഹാനായ തങ്ങളോടുള്ള ആദരവും ബഹുമാനവും പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ഇതിനെ പെരുമാറണം. മഹാനായ തങ്ങളവറുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായി പോയാൽ അത് നമുക്ക് ഭാവിയിൽ വലിയ അപകടകരമായി തീരും എന്നതും നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ ഇവിടെ പ്രത്യേകം അടിവരയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ വളരെ സുതാര്യമായി ഈ മഹത്തായ ഈ കടമ പൂർണാർത്ഥത്തിൽ നിറവേറ്റാനുള്ള എല്ലാവിധ കഴിവുകളും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മഹാനായ തങ്ങളവറുകൾക്കുണ്ട്. മഹാനായ തങ്ങളവറുകള് സമസ്തകള ജംഇയ്യത്തുൽ ഉലമയുടെ സയ്യിദ് നേതാവാണ്, സയ്യിദുൽ ഉലമയാണ്, ഫത്വ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇങ്ങനെ തുടങ്ങിയ നമുക്ക് ആവശ്യമായ എല്ലാ വേദിയിലും അവസാന വാക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടേത് തന്നെയാണ്. ആ സയ്യിദുൽ ഉലമയെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഇനിയും ഒരുപാട് കാലം ഈ സമുദായത്തെ നേരെ ദിശയിലൂടെ ചലിപ്പിക്കുവാനും രക്ഷയിലൂടെ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാനും മഹാനായ സയ്യിദുൽ ഉലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മഹാനായ തങ്ങളവറുകൾ ഈ മഹത്തായ ഈ ദൗത്യം വളരെ സുതാര്യമായി നടപ്പിലാക്കി കൊണ്ടുവരാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു മഹാനവറുകൾക്ക് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടുന്നവനല്ല. വിനീതമായി സാന്ദർഭികമായി നീ മുഅ്മിനീങ്ങളൊക്കെ ഈ സാദാത്യങ്ങളൊക്കെ ആമീൻ പറയുമല്ലോ എന്ന ആശ്വാസത്തോടുകൂടി ഞാൻ ദുആ ചെയ്യുകയാണ്. മഹാനായ തങ്ങളവറുകൾ നമുക്കെല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. മഹാനായ തങ്ങളവറുകളുടെ പ്രാർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈ ആരോഗ്യ നില നിലനിർത്തുന്നതിൽ മഹാനായ തങ്ങളുടെ പ്രാർത്ഥന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ കടന്നപ്പോൾ അവിടെ എന്റെ പ്രിയപ്പെട്ട തങ്ങൾ വരികയും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും എന്നെ മന്ത്രിക്കുകയും ചെയ്തു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസകരമായ സംഗതി. ആ തങ്ങൾ വന്ന് സംസാരിച്ചതിന്റെ ശേഷമാണ് എന്റെ മനസ്സിന് ഒരു ധൈര്യമുണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഇവിടെ പ്രത്യേകം ഊന്നി പറയുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ അത്താണിയായി, നമ്മുടെ വഴികാട്ടിയായി, നമുക്ക് പ്രതീക്ഷയായി എന്നുള്ള മഹാനായ തങ്ങളവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ സമുദായത്തെ നയിക്കാൻ, ആ തങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കാനും ആ തങ്ങളുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഈ വിനീതമായ എന്റെ വാക്കുകൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് കൂടി വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം ഈ മുബാറക്കായ സദസ്സിനെ മഹാനായ തങ്ങളവരുടെ നിർദ്ദേശപ്രകാരം ഈ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്കിലൂടെ
ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.